സ്വർഗരാജ്യത്തിലേക്ക് പോകുന്ന യാത്രയുടെ ഒരു ദൃശ്യാവിഷ്കാരം. ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. കീരുമൊഴിയിൽ നിന്ന് സ്വർഗരാജ്യത്തിലേക്ക് പോകുന്ന ബദേൽ ഫ്ലൈറ്റ് 001ന്റെ പ്രീ ബോർഡിംഗ് അനൗൺസ്മെന്റ് ആണിത്. 5 മിനിറ്റിനുള്ളിൽ ബോർഡിംഗ് ആരംഭിക്കുന്നതാണ്. എല്ലാവരും അവരവരുടെ ബോർഡിംഗ് പാസും ഐഡന്റിഫിക്കേഷനും റെഡിയാക്കി വെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ദയവായി ശ്രദ്ധിക്കുക. കീരുവഴിയിൽ നിന്ന് സ്വർഗരാജ്യത്തിലേക്ക് പോകുന്ന ബദേൽ ഫ്ലൈറ്റ് 001ലുള്ള എല്ലാ യാത്രക്കാരും ഗേറ്റ് നമ്പർ 1ലേക്ക് അടിയന്തരമായി എത്തിച്ചേരേണ്ടതാണ്. താങ്ക് യു. ഇത്ര വലിയ ഫ്ലൈറ്റിലാണോ സ്വർഗരാജ്യത്തിലേക്ക് പോകുന്നത്? ഈ ഫ്ലൈറ്റ് കാണാൻ സാധിച്ചതിന് വലിയ സന്തോഷം. Good evening, sir. Good evening. May I have your boarding pass, please? Thank you. Good evening, sir. Good evening. May I have your boarding pass? Yes. Yeah. Thank you, sir. Yours? First class ലേക്ക് upgrade ചെയ്തിരിക്കണം. Sir, അങ്ങനെ ഫസ്റ്റ് ക്ലാസ് ബിസിനസ് ക്ലാസ് ഒന്നും ഇല്ല ഇവിടെ. എല്ലാം ഒരു ക്ലാസ് തന്നെ ഉള്ളൂ. നമ്മുടെ situation ആണ്. ഇതിന്റെ മുക്കിൽ ഒരു പ്രശ്നമാണ്. സർ അത് കുഴപ്പമില്ല. ഇവിടുത്തെ സീറ്റ്സ് എല്ലാം ഭയങ്കര കംഫർട്ടബിൾ ആണ്. സോ Sure. യാ Nice to meet you. താങ്ക് യു. Good evening, ma'am. ഹലോ, Can I have your boarding pass, please? ബോർഡിംഗ് പാസ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ ബാഗിൽ ഒരു സ്ത്രീ കൈ ഇട്ടായിരുന്നു. ഞാൻ നോക്കട്ടെ, ചെക്ക് ചെയ്യട്ടെ. ഒന്ന് നോക്കൂ. ഓക്കെ ഓക്കെ. ആ കിട്ടി മാഡം. Okay. Yeah. Thank you. താങ്ക് യു. ഞാൻ വിചാരിച്ചു ഇതിനകത്ത് വലിയ തിക്കും തിരക്കുമായിരുന്നു. യാത്രക്കാരൊക്കെ കുറവാണല്ലോ. എന്തായാലും സമാധാനത്തോടെ സന്തോഷത്തോടെയും പോകാം. ശല്യമൊന്നും ഇല്ലല്ലോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വ്ലോഗ്. ഇന്ന് ഞാൻ ജേർണി ടു ഹെവനിലാണ്. ഞാൻ ഫ്ലൈറ്റിലാണ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ബദേൽ ഫ്ലൈറ്റ് 001 പിയൂഷ് ശമുവേലിന്റെയും കെയ്റ്റ്ലിൻ മറിയ വർഗീസിന്റെയും ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബോർഡിംഗ് കോൾ ആണിത്. ഉടൻ തന്നെ ഗേറ്റ് നമ്പർ 1ലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. Excuse me, ma'am. Good evening, ma'am. Can I have your boarding pass, please? Yeah. Thank you. Sir, boarding pass, please. നിർബന്ധമാണോ? അതെ നിർബന്ധമാണ്. അറിയിച്ചു നോക്കട്ടെ. ആ ഓക്കെ. സർ അവിടെ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ക്യാപ്റ്റനിൽ നിന്നുള്ള അറിയിപ്പ്. കീരുമൊഴിയിൽ നിന്നും ദൈവരാജ്യത്തേക്ക് പോകുന്ന ബദേൽ ഫ്ലൈറ്റ് 001ലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിച്ച് ബാഗേജുകൾ സീറ്റിനടിയിൽ സുരക്ഷിതമായി വെക്കേണ്ടതാകുന്നു. നിങ്ങളുടെ കയ്യിൽ നൽകുന്ന മാനുവൽ ശ്രദ്ധയോടെ വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ശുഭയാത്ര നേരുന്നു. Hello. Hi. Hello, brother. How are you? എല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ള മാനുവലുകൾ ദയവായി വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ശുഭയാത്ര നേരുന്നു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. സീറ്റ് മാറ്റി തരത്തില്ലല്ലോ. ഇവരുടെ കിടക്കതൊന്നും മാറായിരുന്നു. എന്ത് ചെയ്യും? ഓ, ഇരിക്കുക.
അല്ലേ അല്ലേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അടക്കരുത്, കുറച്ച് നേരം കൊണ്ട് തുടങ്ങിയത്. ഓ, സമാധാനത്തോടെ യാത്ര ചെയ്യാന്നാ കരുതിയത്. ഈ മനുഷ്യൻ എന്തിനാ ഇങ്ങനെ കിടന്ന് ഉറക്ക ബഹളം വെക്കുന്നത്? വേറെ ഫ്ലൈറ്റ് മാറിപ്പോയി തോന്നുന്നു. സഹോദര, താങ്കൾ എന്തിനാ ഇങ്ങനെ കിടന്ന് ഉറക്ക ബഹളം വെക്കുന്നത്? ഞാനൊരു ദൈവഭക്തനാണ്. എനിക്കിവിടെ ഇതിനകത്ത് കയറി നിങ്ങളെല്ലാം ഇങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാരാണല്ലോ ഇത് കയറിയിരിക്കുന്നതെല്ലാം. ശ്ശെ. നമ്മൾ ടർബുലൻസ് സോണിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ സീറ്റുകളിൽ തന്നെ ഇരിക്കണം. ഈ സമയത്ത് നമ്മുടെ ക്യാബിൻ ക്രൂ വെള്ളമായിട്ട് വരുന്നതാണ്. താങ്ക് യു. ഹല്ലേലൂയ. Praise the Lord. Sorry madam, ഞാനിത് കുടിക്കാറില്ല. ഞാനിത് കുടിക്കാറില്ല. എനിക്ക് മായമില്ലാത്ത വചനം എന്ന പാലാണ് എനിക്ക് ആവശ്യം. പക്ഷേ ഞാനിത് അതേ കുടിക്കുള്ളൂ, ഇതെനിക്ക് വേണം. സോറി മാഡം, വേണ്ട വേണ്ട, എനിക്ക് വേണ്ട. ഏയ്, കുറച്ചു നേരമായല്ലോ. അവിടെ നിന്ന് മിസ് കോമ്പറ്റീഷൻ മത്സരത്തിന് പോവാണോ? ഇതൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല. ക്ഷമി, എൻ്റെ ഡാഡി ഡ്രസ് ചെയ്ത് വന്നിട്ട് ഈ വാച്ചൊക്കെ കണ്ടു. ഡയമണ്ട് വാച്ച്, ഡ്രസ്സൊക്കെ കണ്ടു. തെലങ്കാന, ദൈവരാജ്യത്തിൽ പോയി തെലങ്കാന. ഓ പിന്നെ, ഞാനിത് പന്തളത്തെ ചന്തയിലെ ഒരു കടയിൽ റിഡക്ഷൻ ഇട്ടേക്കുന്ന കണ്ടതാ. പിന്നെ അങ്ങ് പൊങ്ങച്ചം പറിച്ചില്ല. അയ്യോ, ഫ്ലൈറ്റ് എന്താ ഉലുങ്ങുന്ന പോലെ തോന്നുന്നല്ലോ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് അയ്യോ, നമ്മൾ ടർബുലൻസ് സോണിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അധികം അന്തരീക്ഷം പ്രതികൂലമായതുകൊണ്ട് എല്ലാവരും തങ്ങളുടെ സീറ്റ് ബെൽറ്റ് ധരിക്കുകയും നിങ്ങളുടെ കൈവശമുള്ള ബാഗേജുകൾ ക്യാബിൻ ക്രൂവിന് നൽകേണ്ടതുമാണ്. അയ്യോ, ഈ കുലുക്ക് മാറുന്നില്ലല്ലോ. സ്വർഗ്ഗരാജ്യത്ത് എത്തിയതാണോ അതോ ദൈവം വന്നതാണോ? ഒന്നും അറിയുന്നില്ലല്ലോ. അയ്യോ, ഇത് കുലുക്കമായത്. എന്തുവാ ഇത്? എന്താണ് ഫ്ലൈറ്റ് ആയത്? അയ്യോ, എക്സ്ക്യൂസ് മീ മാം, നിങ്ങളുടെ ലഗേജ് ഒന്ന് വേണമായിരുന്നു. അത് ആക്ച്വലി നമുക്കിവിടെ ടർബുലൻസ് കാരണം നമുക്കത് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കത് സെർച്ച് ചെയ്യാൻ മാം. പ്ലീസ് മാം, പ്ലീസ് ഹല്ലേലൂയ. മാമിന്റെ ലഗേജ് ഒന്ന് തരുമോ? എന്റെ ഒരു കുഞ്ഞു ബാഗല്ലേ ഇത്. ഇതിനകത്ത് ഇത്രയും ഭാരം ഒന്നുമില്ല. ഇവരുടെയൊക്കെ വലിയ പെട്ടികളാ. അതുപോയി മേടിക്കല്ലേ, ഞാൻ തരത്തില്ല. കൺട്രോൾ ഞാൻ തരില്ല. പ്ലീസ് മേഡം, ഓ പ്ലീസ്, ഞാൻ തരത്തില്ല. എന്റെ കുഞ്ഞു ബാഗ് എന്റെ മടിയിലല്ലേ ഇരിക്കുന്നത്. മാം, നിങ്ങളെ തന്നെ യാത്ര സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ല മേഡം, ഞാൻ തരത്തില്ല. ഞാൻ തരത്തില്ല. അവരോട് പോയി ചോദിക്കുക. മാം, എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. പ്ലീസ്. ഇല്ല, ഞാൻ തരത്തില്ല. ഞാൻ തരത്തില്ല. എക്സ്ക്യൂസ് മീ സർ, ലഗേജ് വേണമായിരുന്നു. ടർബുലൻസ് കാരണം നമ്മൾ എല്ലാവരുടെ ലഗേജ് വാങ്ങിക്കുന്നുണ്ട്. സോ ലഗേജ് വേണം. സർ പ്ലീസ്, അത്യാവശ്യം എമർജൻസിയാ സർ. പറ്റില്ല. സർ പ്ലീസ് സർ, അത് പോയി കേൾക്കുന്നു. പ്ലീസ് സർ. പറ്റില്ല, നോക്കാൻ പറ്റില്ല. മൂന്നോട്ട് ആയിരം കൊണ്ട് തുടങ്ങി. ആയിരം കൊണ്ട് തുടങ്ങിയതല്ലേ. ഓ, ഹല്ലേലൂയ. എക്സ്ക്യൂസ് മീ സർ, ആ ബാഗ് ഒന്ന് തരുമോ? ആക്ച്വലി ടർബുലൻസ് കാരണത്താൽ നമ്മൾ എല്ലാവരുടെയും ലഗേജ് വാങ്ങിച്ചു വെക്കുന്നുണ്ട്. സോ ഇത് എല്ലാവരുടെയും സേഫ് ജേർണി. സോറി, തരത്തില്ല. ഇത് എന്റെ ബുക്സുകളാണ്, ഞാൻ എഴുതിയ ബുക്സുകളാണ്. ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ദൈവനോട് ചോദിക്കും എന്ത് ചെയ്യണം. ഞാൻ ഇത് കാണിക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക് വേണം. സർ അതുകൊണ്ട് മാഡം എന്ത് പറഞ്ഞാലും ഞാൻ തരത്തില്ല. പ്ലീസ് സർ, അത് എല്ലാവരുടെയും സോറി, യാത്രയിൽ സോറി മാഡം, സോറി. കുറച്ച് ബുക്സുകളേ ഉള്ളൂ, അത് എനിക്ക് അത്യാവശ്യമാണ്. സർ കുഴപ്പമില്ല, നമ്മൾ സേഫ് ആയി സോറി, വെക്കാം. സോറി, തരത്തില്ല മാഡം, പ്ലീസ്. മാഡം ഞാൻ എവിടെയോ കണ്ടതുപോലെ തോന്നി.
യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ക്യാബിൻ ക്രൂവിന്റെ മാനേജർ ഉടൻ തന്നെ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നതായിരിക്കും. സുരക്ഷിതമായ യാത്രയ്ക്ക് എല്ലാവരും സഹകരിക്കുക. മാഡം, ദയവ് ചെയ്ത് നിങ്ങളുടെ ബാഗേജ് നൽകുന്നതാണ്. നമ്മുടെ എയർക്രാഫ്റ്റ് ഒരു പ്രതിസന്ധിയിലാണ്. ദയവ് ചെയ്ത് ബാഗ് നൽകണം. മേക്കപ്പ് അല്ലേ എന്നാത്തോണ്ട് ഞാൻ ദയവ് ചെയ്ത് നൽകി മതിയാകുള്ളൂ. നമ്മുടെ യാത്ര മുന്നോട്ട് പോകുകയില്ല. നമ്മുടെ സ്വർഗത്തിലേക്കുള്ള യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുന്നതാവും. നിങ്ങൾ നൽകിയില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ബാഗ് നൽകണം. പ്ലീസ്, ദിസ് ഈസ് എ റിക്വസ്റ്റ്. മാഡം, നിങ്ങളുടെ ബാഗിലുള്ളത് അഹംഭാവം അലങ്കാരവുമാണ്. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ള അല്ല. സൗന്ദര്യ സാവധാനമുള്ള മനസ്സാണ് നിങ്ങൾക്ക് വേണ്ടത്. സൗന്ദര്യ സാവധാനമുള്ള മനസ്സുകൊണ്ട് മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ പ്രവേശനമുള്ളൂ. ദയവ് ചെയ്ത് സഹോദരി അങ്ങനെ മുൻപോട്ട് ആകുവാൻ ശ്രമിക്കുക. അങ്ങനെ ആകണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരി, നമ്മുടെ യാത്ര പ്രതിസന്ധിയിലാണ്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ബാഗ് നമുക്ക് കൈമാറേണ്ടതാണ്. ഈ മേഡം പോയി വേറെ ഏതൊരു സാറിനെ വിളിച്ചോണ്ട് വന്നില്ല. ഞാൻ അന്നേരം പറഞ്ഞില്ല എന്റെ ബാഗ് തരില്ലെന്ന്. ഇതിന്റെ ചെറിയ ബാഗാ. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ കളയേണ്ടത് കളഞ്ഞേ മതിയാകുള്ളൂ. ഇല്ല, ഇത് ഞാൻ തരില്ല. മടിയിലല്ലേ ഇരിക്കുന്നത്. മടിയിലാണ്. ദയവ് ചെയ്ത് നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള യാത്ര ഇവിടെ നിന്ന് അവസാനിക്കണമോ മുൻപോട്ട് പോകണോ? മുൻപോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ബാഗ് നൽകിയേ മതിയാകുള്ളൂ. ദയവ് ചെയ്ത് നിങ്ങൾ ബാഗ് നൽകണം. യാത്ര മുടങ്ങണ്ട, ഞാൻ തരാം. താങ്ക് യു മാഡം. ബാഗ് നിങ്ങളുടെ ബാഗിലുള്ള അസൂയയും നിർണയമാണ്. സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയും എല്ലാം നുണയും നീക്കിക്കളഞ്ഞു. ഇപ്പോൾ എന്റെ ശിശുക്കളെ പോലെ വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ നിങ്ങൾ കുടിക്കുന്നു. വാഞ്ചിക്കണം. അത്തരത്തിൽ ജീവിച്ചെങ്കിൽ മാത്രമേ സ്വർഗ്ഗരാജ്യത്തിലെ പ്രവേശനമുള്ളൂ. അത്തരത്തിലാകുവാൻ നിങ്ങൾ ദയവ് ചെയ്ത് ശ്രമിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ദയവ് ചെയ്ത് നിങ്ങളുടെ ബാഗ് കൈമാറണം. നമ്മുടെ ഫ്ലൈറ്റ് പ്രതിസന്ധിയിലാണ്. മുൻപോട്ട് പോകാൻ സാധിക്കുന്നതല്ല. തന്നെ മതിയാകുള്ളൂ സാർ. നിങ്ങൾക്ക് മുൻപോട്ട് സ്വർഗ്ഗരാജ്യത്തിലേക്ക് കടക്കണമെങ്കിൽ നിങ്ങൾ ആ ബാഗ് നൽകി ഇവിടെ ഉപേക്ഷിച്ചേ മതിയാകും. ഇതുമായി മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല. അത് മതിയാകില്ല. അത് നമുക്ക് പരിഹാരമുണ്ടാകും. ദയവ് ചെയ്ത് നിങ്ങളുടെ ബാഗ് കൈമാറണം. എന്ത് എക്സ്പെൻസീവ് ഉണ്ടെങ്കിലും ഇവിടെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. നിങ്ങളടക്കം എല്ലാ യാത്രക്കാരും ഈ യാത്ര ബാധിക്കുന്ന ദയവ് ചെയ്ത് നിങ്ങളുടെ ബാഗ് കൈമാറും. ഡാഡിയോട് ഞാൻ സംസാരിച്ചോളാം പറഞ്ഞു. നീ നിന്റെ ബാഗ് കൈമാറും. സഹോദര, ദയവ് ചെയ്ത് നിങ്ങളുടെ ബാഗ് കൈമാറും. ഇതൊരു റിക്വസ്റ്റ്. സഹോദരൻ, നിന്റെ ബാഗിലുള്ള ഉന്നത ഭാവവും നിങ്ങളുടെ ഹൃദയമാണ്. ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസമാണ്. ഒഴിവരിക്കുന്നതും തുരുപ്പെടുക്കുന്നതുമായ കാര്യങ്ങളെ ഭൂമിയിൽ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നിനക്ക് സ്വർഗ്ഗരാജ്യത്തിലേക്ക് പ്രവേശനമുള്ളൂ. ഉപേക്ഷിക്കേണ്ട നീ എവിടെ ഉപേക്ഷിക്കും? സ്വർഗത്തിലുള്ള നിക്ഷേപം നീ ഉണ്ടാകണം. നിന്റെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. അതിനാൽ നീ മാനസാന്തരപ്പെടുക. സഹോദരൻ മാനസാന്തരപ്പെടണം. ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം. അത്തരത്തിലാവട്ടെ മുമ്പോട്ടുള്ള ജീവിതം. താങ്ക് യു. നമ്മുടെ യാത്ര ഒരു പ്രതിസന്ധിയിലാണ്. ദയവ് ചെയ്ത് നിങ്ങളുടെ ബാഗ് നമുക്ക് കൈമാറണം. അയച്ചത് ഞാൻ നേരിട്ട് വന്നത് അതിനാണ്. അതെ, പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങൾ നമ്മൾക്ക് പരിഹരിക്കണമെങ്കിൽ ഉപേക്ഷിക്കാൻ ആയിക്കോട്ടെ സഹോദരൻ. അവിടെ കയറണമെങ്കിൽ ഇത് ഉപേക്ഷിക്കണം സഹോദരൻ. ദയവ് ചെയ്ത് നിങ്ങളുടെ ബാഗ് ഞങ്ങൾക്ക് നൽകുക. നിർബന്ധമാണ്. ദയവ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ യാത്ര പോകണം. സ്വർഗത്തിലേക്കുള്ള യാത്ര ഇവിടെ കൊണ്ട് പോകണം. നിങ്ങൾ ഇത് നൽകിയും അതേ ദയവ് ചെയ്ത് ബാഗ് ഓക്കെ. താങ്ക് യു സർ. സഹോദരൻ, നിന്റെ ബാഗിലുള്ളത് കപടം പറ്റിയാണ്. നീ കാണിക്കുന്നതൊന്നും പുറമേ മാത്രമേ, നിന്റെ ഉള്ളിൽ കപടമാണെന്ന് അറിഞ്ഞിരിക്കുന്നത്. നീ വെള്ള പൂശിയ കല്ലറകൾക്ക് തുല്യമാണ്. ഉള്ളിൽ അസ്ഥികളും അശുദ്ധിയും മാത്രമേ ഉള്ളൂ.
പുറമെ മാത്രമേ നിനക്ക് വെള്ള കളറുള്ളൂ. നീ ഉള്ളിൽ വിശുദ്ധിയുള്ളവനായി നിത്യതയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നീ ഉള്ളിലും സത്യമുള്ളവനായി തീരണം. മുമ്പോട്ട് സത്യത്തിൽ പാതയിൽ നടക്കണം. നല്ലത് ഉള്ളതുപോലെ വരണം. മനസ്സിൽ അവിടം വെച്ചിട്ട് പുറമെ തെറ്റ് കാണിക്കരുത്. മനസ്സാന്തരപ്പെടുക. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവം ചെയ്ത് ബാഗിൽ മാറണം. സാറിന് വിഷമമാണ്. എന്തെങ്കിലുമുണ്ടോ? ഈ സഹോദരന്മാർ വന്നപ്പം മുതൽ ഭയങ്കര വിഷമത്തില. ഒന്നും പറയുന്നില്ല. നമുക്കൊന്ന് ചെന്ന് ചോദിക്കാം എന്ത് പറ്റിയതാണെന്ന്. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ മാത്രമേ രക്ഷിക്കപ്പെട്ടുള്ളൂ. ഭർത്താവിനെ അറിയാൻ എൻ്റെ ഭാര്യയ്ക്കും മകൾക്കും ഒന്നും അവസരമുണ്ടായില്ല. ഈ ബാഗ് നമ്മൾ കൈമാറണം. സഹോദര, നിന്റെ ബാഗിൽ നിറച്ച് കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങളാണ്. സമാധാനത്തിൽ ജീവിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. യേശുക്രിസ്തു ഏക കർത്താവ് നമുക്കുണ്ട്. ബലഹീന മനസ്സാക്ഷി തെറ്റിദ്ധരിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകുന്ന നിങ്ങൾ ഹൃദയത്തിലെ പാപവും ഭാരവും നീക്കിക്കളഞ്ഞു മാനസാന്തരപ്പെടുന്നതിനാൽ നമുക്ക് ശുഭകരമായ ഒരു യാത്ര തുടരാം. നിങ്ങൾ ആശയ തുറമുഖത്ത് എത്തിച്ചേരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിലേക്കുള്ള ലാൻഡിങ്ങിന്റെ സമയമായി. എല്ലാ യാത്രക്കാരും സീറ്റ് ബെൽറ്റ് ധരിച്ച് ലാൻഡിങ്ങിന് ഒരുങ്ങുക. നമ്മുടെ ക്യാപ്റ്റൻ ആയേഷ് ക്രിസ്തുവിന്റെ നാമത്തിൽ ഏവരെയും സ്വർഗരാജ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനോട് കൂടെ അനുഗ്രഹിക്കപ്പെട്ട നിത്യജീവൻ ആശംസിക്കുന്നു. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പി. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. താങ്ക് യു. കരങ്ങളെ അടിച്ചൊന്നുകൂടെ ആരെയും പ്രോത്സാഹിപ്പിക്കാനോ? അവർ